ഇതെങ്ങനെ സംഭവിക്കാ? എല്ലാവരും ഈ ഭാഗത്താണ് വന്നത്, പക്ഷെ പെട്ടെന്ന് എവിടേക്കാ പോയത്? എനിക്ക് പേടിയായിട്ട് വയ്യ. ചിലപ്പോ അവരെങ്ങനെ മറ്റായിരിക്കാം. അവര് ഇൻവിസിബിൾ ആയിട്ട് നമ്മളെ നോക്കുന്നുണ്ടാകും. അതെ അതെ, അല്ലെങ്കിൽ ഏലിയൻസിന് വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ അതിന് പേടിത്തോടാ. തുടങ്ങിയോ ശിവ? എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ നമുക്ക് ശരിക്കും പരിശോധിക്കാന്നാ. നീ പറഞ്ഞത് ശരിയാണ് രേവ. വരൂ, നമുക്ക് ഇവിടെ ശരിക്കും പരിശോധിക്കാം. പോയി നോക്കാം. ആ പോലീസുകാരനോ ചെറുക്കനോ നമ്മളെ വിടാതെ പിന്തുടർന്നോണ്ടിരിക്കുക. ഇന്നിവിടെ മാളിൽ വന്ന് ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അറിയോ, നമുക്ക് ഇവിടെ വിട്ട് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ഗഞ്ചൻ താപ്പാന്റെ പേര് കേട്ടാലേ ജനങ്ങളെല്ലാം വെറവറവറാന്ന് വിറയ്ക്കില്ലടോ. ഞാനിന്ന് ഓടിപ്പോവില്ല. ഇന്ന് നിങ്ങൾ ആ പോലീസുകാരന്റെ പോക്കറ്റ് അടിച്ചു. അവന് വല്ലതും ചെയ്യാൻ പറ്റിയോ? ഇല്ലല്ലോ. അവര് വന്നു. ബോസ് ഓടിക്കോ. മര്യാദയ്ക്ക് എല്ലാവരും ലഡു സിംഗ് സാറിന്റെ അടുത്ത് സറണ്ടർ ആവൂ. മോഷ്ടിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു തരാൻ നോക്കൂ. താപ്പാന്റെ പേര് കേട്ടാൽ തന്നെ ജനങ്ങളെല്ലാം വെറവറവറാന്ന് വരയ്ക്കും. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ സറണ്ടർ ആവണമെന്നോ? എവിടെയെങ്കിലും പോയിരുന്ന് മുട്ടായി തിന്നു കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് ആക്ക്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നൃത്തം പാട്ടൊക്കെ നിർത്തിക്കൊള്ളണം. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, മോഷണം നിർത്തിക്കോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സാറ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലേ? എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാമേ. കള്ളൻ അവിടെ ഓടിപ്പോയി. ഞാൻ അയാളെ നോക്കിക്കോളാം. സാർ ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യൂ ശിവ? ഇവന്മാരൊക്കെ ചേർന്ന് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എന്നെ കിടന്ന് പെരുമാറുന്നത് കണ്ടില്ലേ? ലഡു സിംഗ് സാറേ, നിങ്ങൾ കണ്ണെടുത്ത് എല്ലാവരോടും ഹാൻഡ്സ് അപ്പ് പറയൂ. അത് കൊള്ളാം. ഞാൻ ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞില്ല, പക്ഷെ നിങ്ങളെല്ലാരും കൈ പൊക്കിയല്ലോ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോ കാലും പൊക്കിയാലേ.
യെസ്, ഐഡിയ. ഗ്ലൂട്ടയോ. ഇതെന്ത് അതിശയാണ്? സൈക്കിൾ ആ കേബിളിൽ കൂടിയാണല്ലോ വരുന്നത്. ഇവൻ ഒരു കുട്ടിയല്ല, ഇവൻ ശരിക്കും ഒരു കുട്ടിയല്ല. കുട്ടിയുടെ വേഷത്തിന് വേറെ ഏതോരുത്തരാണ് വന്നിരിക്കുന്നത്. നീ കുട്ടിയല്ല, നീ ശരിക്കും ഒരു കുട്ടിയല്ല. ആരാണ് നീ? പറ, ആരാണ് നീ? ഓക്കെ സാർ. ഞാൻ പറഞ്ഞതല്ലേ, ശിവ. ശിവ എന്നാണ് എന്റെ പേര്. ഹലോ അങ്കിൾ, ഞാൻ വിചാരിച്ച നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. എന്നെ സഹായിക്കൂ അങ്കിൾ, എന്റെ സൈക്കിൾ മുറുകെ പിടിച്ചോളൂ. അങ്ങനെ കള്ളൻ കരയിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞു. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി ഇടിച്ചിടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റും. പേഴ്സ് മോഷ്ടിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുക പോലില്ല. ഇവൻ ഒരു കുട്ടിയല്ല, ഇവൻ കുട്ടിയേ അല്ല. ഇവന്റെ മാസ്ക് കഴിക്കേ. ഞാനൊരു കുട്ടിയുടെ അടുത്ത് എങ്ങനെ തോൽക്കും? അങ്കിൾ, ഇനി ജയിലിൽ പോയിരുന്ന് ആലോചിച്ചോളൂ, ഞാൻ കുട്ടിയാണോ അല്ലെങ്കിൽ വേറെ ആരോ ആണോ എന്ന്. ബൈ. താങ്ക് യു ശിവ. ഇപ്രാവശ്യം കൂടി നീ നിയമത്തിനെ സഹായിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഇവരൊക്കെ ഡാൻസുകാരല്ലേ, ഇവര് ഡാൻസ് ചെയ്യിച്ച് അങ്ങനെ തന്നെ ജയിലിൽ കൊണ്ടുപോയിക്കോളൂ. മ്യൂസിക്.